ശ്രീ ഗോകുൽ കൃഷ്ണ, നേരത്തെ ഗവർണർ മുന്നോട്ട് വെച്ച ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു വിവാദം കേരളത്തിലെ ക്യാമ്പസുകളിൽ പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് SFI ഉയർത്തുന്ന ഈ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ഉയർത്തുന്ന ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ചത് വിദ്യാർത്ഥി പരിഷത്ത് മാത്രമാണ്. ഇപ്പോൾ വിഭജന ഭീതി അനുസ്മരണ ദിവസിലും ഇന്ന് കാസർഗോഡ് നിന്നൊക്കെ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. നമ്മുടെ രാഷ്ട്രവിഭജനത്തിൻ്റെ ചരിത്രം പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ പ്ലക്കാർഡുകളും ബാനറുകളുമൊക്കെയായി സമാധാനപരമായി ഒരു കോണിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് ആയുധങ്ങളുമായി എത്തി അക്രമം അഴിച്ചുവിടുകയാണ്. അപ്പോൾ ABVP എങ്ങനെയാണ് ഇത്തരം ഈ കലുഷിതമാകുന്ന ക്യാമ്പസിലെ അന്തരീക്ഷങ്ങളെ വിലയിരുത്തുന്നത്? ഗൂഗിൾ ഇവിടെ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ സംസാരിക്കുന്ന സമയത്ത് RSS ആണ് വിഭജനത്തിന് വേണ്ടി മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ RSS വിഭജനത്തിനെ അനുകൂലിച്ചിരുന്നു എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു. ആ സമയത്ത് അഡ്വക്കേറ്റ് സേനാപതി വേണു പരാമർശിച്ചു, ഇവിടെ വിഭജനത്തിന് RSS മുൻകൈ എടുത്തു എന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും അഖണ്ഡ ഭാരത സ്മൃതിദിനം നടത്തുന്ന സംഘടനയാണ് RSS എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പല കാലഘട്ടങ്ങളിലായി ഈ രാഷ്ട്രത്തിൻ്റെ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന നഷ്ടപ്പെട്ടു പോയ പല ഭാഗങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അടക്കം ഈ എല്ലാ ഭൂപ്രദേശങ്ങളെയും ഒരു രാഷ്ട്രസങ്കല്പമായി കാണുന്ന ഒരു സംഘടനയാണ് RSS എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ശ്രീ ഹസ്കർ ഇവിടെ 1925 രൂപീകൃതമായ RSS അതിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകമായിട്ടുള്ള ഗോൾവർക്കർ അദ്ദേഹം 1923 ഒരു പുസ്തകം എഴുതി. അതിൽ RSSൻ്റെ കാഴ്ചപ്പാട് രണ്ട് രാഷ്ട്രം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാഷ്ട്രം വേണമെന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ വന്നിരുന്ന അപഹാസ്യനാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, ശരിയാണ് കോൺഗ്രസ് ഇവിടെ ദ്വിരാഷ്ട്ര എന്ന രണ്ട് രാഷ്ട്രം വേണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന മുഹമ്മദ് അലി ജിന്നയുടെയും മുസ്ലിം ലീഗിൻ്റെയും അഭിപ്രായത്തോട് യോജിച്ചു, ഈ രണ്ട് രാഷ്ട്രം വേണമെന്ന് മുസ്ലിം ലീഗ് വാദിച്ചു. പക്ഷേ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല. നമുക്കറിയാം രണ്ട് രാഷ്ട്രം വേണമെന്ന ചർച്ച മുസ്ലിം ലീഗ് ഉയർത്തിയപ്പോൾ 1942 അധികാരി തിസീസ് നമ്മുടെ മുൻപിലുണ്ട്, ചരിത്രപരമായ രേഖയാണ്. അതിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത് പല സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാരതം എന്ന ഈ രാഷ്ട്രസങ്കല്പത്തെ 16 കഷ്ണങ്ങളായി വെട്ടിനുറുക്കണമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും നോക്കിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ളൊരു പൈതൃകം പേറുന്ന ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ സർക്കാർ, അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയില്ലെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാൻ വേണ്ടിയുള്ളൂ. അങ്ങനെ ഇന്ന് ഈ ക്യാമ്പസുകളിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന തരത്തിൽ ഇടതുപക്ഷ സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് പോയ സമയത്ത് ഇത് ഏറ്റെടുത്തുകൊണ്ട് ABVP കേരളത്തിലെമ്പാടും ഈ പരിപാടികൾ നടത്തി. നമുക്കറിയാം കേരളത്തിൽ ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്താൻ വേണ്ടി സാധിക്കും, കേരളത്തിൽ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പരിപാടികൾ നടത്താൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം പാലസ്തീനിലെ പ്രശ്നങ്ങൾ, പാലസ്തീനിലെ അഭയാർത്ഥികൾ, പലായനം ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന യാതനകൾ കാണിച്ചുകൊണ്ട് എന്നും പരിപാടികളാണ്. കേരള യൂണിവേഴ്സിറ്റി മുതൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വരെ എന്നും പരിപാടികളാണ്. ക്യാമ്പസിനകത്തെ നടത്തുന്ന യുവജനോത്സവങ്ങളുടെ പേര് വരെ നമുക്കറിയാം ഇന്തിഫാദ എന്ന്, സായുധ വിപ്ലവത്തിൻ്റെ പേരാണ് കേരളത്തിലെ ഒരു സർവകലാശാലയുടെ യുവജനോത്സവത്തിന് SFI നൽകിയത്. അത്തരത്തിലാവാം, പക്ഷേ സ്വന്തം രാഷ്ട്രം, ജനിച്ചു വീണ മാതൃഭൂമിയിൽ, ഇവിടെ ഈ മാതൃഭൂമി 1947 ഓഗസ്റ്റ് 14 വെട്ടിമുറിക്കപ്പെട്ട ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ രക്തസാക്ഷികളായവരുടെ യാതനകൾ ഇവിടെ ഈ രാഷ്ട്രത്തിൽ ചർച്ച ചെയ്യരുതെന്നാണ് SFI പറയുന്നത്. അത്തരത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കേരളത്തിൽ ഒരു ക്യാമ്പസിൽ പോലും ഈ പരിപാടി നടത്താൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിൻ്റെ വീടിൻ്റെ തൊട്ട് സമീപം ചെണ്ടയാട് MG കോളേജ് അടക്കം ABVP നിശ്ചയിച്ച മുഴുവൻ ക്യാമ്പസുകളിലും ഇന്ന് ഈ പരിപാടി നടന്നു എന്ന് അഭിമാനപൂർവ്വം ABVPക്ക് പറയാൻ വേണ്ടി സാധിക്കും.